നമസ്കാരം. +2 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എല്ലാ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് receipt and payment account, second one income and expenditure account, and third one balance sheet. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് receipt and payment accountനെ പറ്റിയാണ്. The receipt and payment account is the summary of cash and bank transactions which helps in the preparation of income and expenditure account and the balance sheet. Receipt and payment account എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറിയാണ്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസിന് ഒരുപാട് രേഖകൾ നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ട ഒന്നാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് ഇയർ ഓൺ ദ ബേസിസ് ഓഫ് ദ ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. സാധാരണഗതിയിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആ ക്യാഷ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തിൻ്റെ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ് റെസീറ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്, ഒരു വർഷം മുഴുവനായിട്ട് നമ്മൾ ക്യാഷ് റെസീറ്റ്സ് നടത്തിയതും ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്തിയതും ഒരുമിച്ച് ഒരു അക്കൗണ്ടിൽ എഴുതി വെക്കുന്നതിനെയാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ അണ്ടർ വേരിയസ് ഹെഡ്സ്. വിവിധ ഹെഡുകളിൽ നമ്മൾ ഒരുപാട് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടാവും. എക്സാമ്പിൾ സബ്സ്ക്രിപ്ഷൻ, വരിസംഖ്യ ഇനത്തിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഒരുപാട് തവണ പൈസ വാങ്ങിയിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാം ഒരു സമ്മറിയാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുക. ദിസ് അക്കൗണ്ട് ഡസ് നോട്ട് ഷോ എനി നോൺ ക്യാഷ് ഐറ്റം ലൈക്ക് ഡിപ്രിസിയേഷൻ പോലെയുള്ള നോൺ ക്യാഷ് ഐറ്റംസ് ഈ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും മാത്രം രേഖപ്പെടുത്തി വെക്കുന്ന അക്കൗണ്ടാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വരാൻ സാധ്യതയുള്ള റെസീറ്റ്സും പേയ്മെൻറ്റ്സും ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. റെസീറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ളത് നമ്പർ 1 ഡൊണേഷൻസ് തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ജനറൽ ഡൊണേഷൻ, രണ്ടാമത്തത് സ്പെസിഫിക് ഡൊണേഷൻസ്. സെക്കൻഡ് വൺ എൻട്രൻസ് ഫീസ്, തേർഡ് വൺ ലെഗസീസ് എന്ന് പറഞ്ഞാൽ മരണപ്പെടുന്ന ആളുകൾ വിൽപ്പത്ര പ്രകാരം ഓർഗനൈസേഷൻസ് നൽകുന്ന സംഭാവനയാണ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, സബ്സ്ക്രിപ്ഷൻസ് ഫ്രം മെമ്പേഴ്സ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോസ്, സെയിൽ ഓഫ് സ്ക്രാപ്സ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ഓൺ സ്പെസിഫിക് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. 16 മിസ്ലേനിയസ് റെസീറ്റ്സ്. ഇതൊക്കെയാണ് റെസീറ്റ് സൈഡിൽ സാധാരണയായിട്ട് വരാൻ സാധ്യതയുള്ള ഐറ്റംസ്. ഇനി നമുക്ക് പേയ്മെൻറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് വരിക എന്ന് നമുക്ക് നോക്കാം. പേയ്മെൻറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ള ഐറ്റംസ്: പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, സെക്കൻഡ് പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, തേർഡ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ്, ഫോർത്ത് വൺ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഫിഫ്ത്ത് വൺ പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജസ്, സിക്സ്ത് വൺ അഡ്വർടൈസ്മെൻറ്റ്, സെവൻത്ത് വൺ വേജസ് ആൻഡ് സാലറി, എയ്ത്ത് വൺ ഹോണറേറിയം, നയൻത്ത് വൺ ടെലിഫോൺ ചാർജസ്, 10th one electricity and water charges, 11 repairs and renewals, 12 upkeep of playgrounds, 13 conveyance charges, 14 subscription for periodicals, 15 audit fee, 16 entertainment expense, 17 municipal taxes, 18 charity, 19 insurance. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെസീറ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും വരാൻ സാധ്യതയുള്ള ഐറ്റംസ്. ഇനി നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ഏറ്റവും ടോപ്പിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്, ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ് എഴുതുക. റെസീറ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡ് റെസീറ്റ് സൈഡാണ്. ഫസ്റ്റ് കോളം റെസീറ്റ്സ്, സെക്കൻഡ് കോളം എമൗണ്ട് കോളം, തേർഡ് കോളം പേയ്മെൻറ്റ്സ്, ഫോർത്ത് കോളം എമൗണ്ട്. സോ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ റെസീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കുക, ക്രെഡിറ്റ് സൈഡിലാണ് പേയ്മെൻറ്റ്സ് കംപ്ലീറ്റ് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ
നമുക്ക് റെസീറ്റ്സ് കിട്ടിയതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് റെസീറ്റോ ബാങ്ക് റെസീറ്റോ ആണെങ്കിൽ റെസീറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കും. ഇനി ക്യാഷ് പേയ്മെൻറ്റോ ബാങ്ക് പേയ്മെൻറ്റോ ആണെങ്കിൽ അത് പേയ്മെൻറ്റ് സൈഡിലായിരിക്കും നമ്മൾ രേഖപ്പെടുത്തുക. ഇനി നമുക്കതിൻ്റെ ഫോർമാറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും തന്നിരിക്കും. അത് നമ്മൾ രേഖപ്പെടുത്തുന്നത് റെസീറ്റ് സൈഡിലാണ്. ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എഴുതി വെക്കും. ഇൻ കേസ് ക്യാഷ് അറ്റ് ബാങ്കിൽ നെഗറ്റീവ് ബാലൻസ് ആണ് എങ്കിൽ, ഓവർ ഡ്രാഫ്റ്റ് ആണ് എങ്കിൽ ആ ഓപ്പണിംഗ് ബാലൻസ് മാത്രം ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതി വെക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ബാലൻസ് ബ്രോ ഡൗൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കേണ്ടി വരും. ഇനി നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നിന്നും റെസീറ്റ്സ് കംപ്ലീറ്റ് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രിപ്ഷൻസ് വരിസംഖ്യയാണ്. സാധാരണഗതിയിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് സബ്സ്ക്രിപ്ഷൻസ്. അത് റെസീറ്റാണ്. റെസീറ്റ് സൈഡിൽ എഴുതി വെച്ചു. ജനറൽ ഡൊണേഷൻസ്, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽ ആൻഡ് വേസ്റ്റ് പേപ്പർ, ഇതൊക്കെ വിൽക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. റെസീറ്റാണ്. റെസീറ്റ് സൈഡിൽ എഴുതി വെച്ചു. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, പഴയ സ്പോർട്സ് മെറ്റീരിയൽ വിറ്റാൽ അത് റെസീറ്റാണ്, വരുമാനമാണ്. റെസീറ്റ് സൈഡിൽ എഴുതി വെച്ചു. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ്, എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ കിട്ടിയാൽ ദാറ്റ് ഇസ് എ റെസീറ്റ്. റെസീറ്റ് സൈഡിൽ നമ്മൾ എഴുതി വെക്കും. ലോക്കർ റെൻറ്റ്, ചില സ്ഥാപനങ്ങൾ ലോക്കർ റെൻ്റ് ചെയ്യാറുണ്ട്, അതിൽ നിന്ന് റെൻറ്റ് കിട്ടിയാൽ ദാറ്റ് ഇസ് എ റെസീറ്റ്. റെസീറ്റ് സൈഡിൽ നമ്മൾ എഴുതി വെക്കും. സെയിൽ ഓഫ് സ്ക്രാപ്സ് ഒക്കെ വിറ്റാൽ നമുക്കൊരു വരുമാനമാണ്, ഇൻകമാണ്, റെസീറ്റാണ്. റെസീറ്റ് സൈഡിൽ എഴുതി വെക്കും. പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോ, മിസ്ലേനിയസ് റെസീറ്റ്സ്, ഇതൊക്കെ റെസീറ്റാണ്, നമുക്ക് കിട്ടിയ വരുമാനമാണ്. എല്ലാം റെസീറ്റ് സൈഡിൽ നമ്മൾ എഴുതി വെച്ചു. ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഏതെങ്കിലും ഗവൺമെൻറ്റിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ റെസീറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്. ലെഗസീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, വിൽപ്പത്ര പ്രകാരം മരണപ്പെട്ട ആളുകൾ നൽകുന്ന സംഭാവനയാണ് ലെഗസീസ്. അത് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം റെസീറ്റാണ്. സോ ഇറ്റ് ഷുഡ് ബി എൻഡഡ് ഓൺ ദ റെസീറ്റ് സൈഡ്. സ്പെസിഫിക് ഡൊണേഷൻ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസ് പറഞ്ഞിട്ട് ആരെങ്കിലും ഡൊണേഷൻ നൽകുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് സ്പെസിഫിക് ഡൊണേഷൻ, ദാറ്റ് ഈസ് എ റെസീറ്റ്. ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കണം. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, എൻട്രൻസ് ഫീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഇതൊക്കെ സാധാരണഗതിയിൽ കണ്ടുവരുന്ന റെസീറ്റ്സ് ആണ്. അത് റെസീറ്റ് സൈഡിൽ എഴുതി വെക്കണം. ഇനി നമുക്ക് പേയ്മെൻറ്റ് സൈഡ് നോക്കാം. പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് പേയ്മെൻ്റ് ആയിട്ടോ ബാങ്ക് പേയ്മെൻ്റ് ആയിട്ടോ നൽകുന്ന നമ്മുടെ പേയ്മെൻറ്റ്സുകളാണ് രേഖപ്പെടുത്തുക. വേജസ് ആൻഡ് സാലറീസ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് കൊറിയർ, അഡ്വർടൈസ്മെൻറ്റ്, സൺട്രി എക്സ്പെൻസസ്, ടെലിഫോൺ ചാർജസ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, ഓഡിറ്റ് ഫീസ്, ഹോണറേറിയം. ഹോണറേറിയം എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റികൾക്ക്, ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾക്ക്, അതേപോലെ പ്രസിഡൻറ്റ്, സെക്രട്ടറി എന്നിവർക്കൊക്കെ നൽകുന്ന ഒരു പ്രതിഫലമാണ് ഹോണറേറിയം. റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്, കൺവെയൻസ് ചാർജസ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, പർച്ചേസ് ഓഫ് അസറ്റ്സ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇത്രയുമാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന പേയ്മെൻറ്റ് ഐറ്റംസ്. ഇതെല്ലാം എഴുതിയതിന് ശേഷം നമ്മളിതൊന്ന് ബാലൻസ് ചെയ്യും. സാധാരണ പോലെ ബാലൻസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ റെസീറ്റ് സൈഡാണ് കൂടുതൽ ഉണ്ടാവേണ്ടത്. റെസീറ്റ് സൈഡ് നമ്മളൊന്ന് ടോട്ടൽ ചെയ്യും. ആ ടോട്ടലായിരിക്കും മിക്കവാറും കൂടുതൽ ഉണ്ടാവുക. അത് തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പേയ്മെൻറ്റ് സൈഡ് മാറ്റിയതും. അപ്പോൾ അവിടെയുള്ള ഡിഫറൻസിങ് ഫിഗറാണ്, ബാലൻസിങ് ഫിഗറാണ് ബാലൻസ് ക്യാരി ഡൗൺ ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്. അവസാനം നമുക്ക് ബാക്കിയായി വരുന്ന ബാലൻസിങ് ഫിഗറായി കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കുമായിരിക്കും. അവസാനമായിട്ട് കയ്യിൽ എത്ര പൈസയുണ്ട്, ബാങ്കിൽ എത്ര പൈസയുണ്ട് എന്നറിയാനാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പരിശോധിക്കാം. ഫീച്ചേഴ്സ് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നമ്പർ 1, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ദ ക്യാഷ് ബുക്ക്. ഒരു വർഷമായി ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല സമയങ്ങളിലായിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ ടോട്ടലാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുക. സോ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ദ ക്യാഷ് ബുക്ക്. സെക്കൻഡ്, ഇറ്റ് ഷോസ് ദ ടോട്ടൽ എമൗണ്ട്സ് ഓഫ് ഓൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് ടു വിച്ച് ദേ പെർട്ടൈൻ. റെസീറ്റിൻ്റെയും പേയ്മെൻറ്റിൻ്റെയും ടോട്ടൽ എമൗണ്ട് ആണ് നമ്മളിവിടെ എഴുതി വെക്കുക. എപ്പോഴാണ് ഏത് കാലഘട്ടത്തിലേക്കുള്ള പണമാണ് നമ്മൾ വാങ്ങിയത് എന്നത് നമ്മൾ പരിഗണിക്കുന്നേയില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് ടു വിച്ച് ദേ പെർട്ടൈൻ.
ഏത് കഴിഞ്ഞ വർഷത്തേതോ അടുത്ത വർഷത്തെയോ പൈസ കിട്ടിയാലും നമ്മൾ ഈ വർഷത്തെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതി വെക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. തേർഡ് വൺ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് വെദർ ദേ ആർ ഓഫ് ക്യാപിറ്റൽ നാച്ചർ ഓർ റവന്യൂ നാച്ചർ. ക്യാപിറ്റൽ റെസീറ്റ് ഓർ ക്യാപിറ്റൽ പേയ്മെൻറ്റ്, റവന്യൂ റെസീറ്റ്സ് ആൻഡ് റവന്യൂ പേയ്മെൻറ്റ്, ഈ 4 ഐറ്റവും രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത. ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും തമ്മിലുള്ള വ്യത്യാസം, റവന്യൂ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇത് റിക്കറിങ് ഐറ്റംസ് ആണ് എന്നാണ്. ആവർത്തിച്ച് വരുന്ന റെസീറ്റോ പേയ്മെൻറ്റോ ആണ് എങ്കിൽ അത് റവന്യൂ റെസീറ്റും റവന്യൂ പേയ്മെൻറ്റും ആയിരിക്കും. എക്സാമ്പിൾ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, വരിസംഖ്യ ഒരു വർഷത്തിനിടയ്ക്ക് പല തവണയായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു റിക്കറിങ് ഐറ്റമാണ്, ഇതൊരു റവന്യൂ റെസീറ്റാണ്. അതേപോലെ ലെഗസി എന്ന് പറയുന്നത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു ഐറ്റമാണ്, അതുകൊണ്ട് അതിനെ ക്യാപിറ്റൽ റെസീറ്റ് എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ റവന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പേയ്മെൻറ്റ് നടത്തേണ്ട ഐറ്റംസിനെയാണ് നമ്മൾ റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് പറയുക. വല്ലപ്പോഴും സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ റവന്യൂ റെസീറ്റ്സും ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ പേയ്മെൻറ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത. No distinction is made in receipts and payments made in cash or through bank. ക്യാഷ് പേയ്മെൻറ്റ്, ബാങ്ക് പേയ്മെൻറ്റ്, ക്യാഷ് റെസീറ്റ്, ബാങ്ക് റെസീറ്റ്, ഇതിൽ തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. 5. No non-cash items such as depreciation, outstanding expense, accrued income, etc. are shown in this account. ഈ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത നോൺ ക്യാഷ് ഐറ്റംസ് നമ്മൾ പരിഗണിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. ഡിപ്രിസിയേഷൻ പോലെ, അക്രൂഡ് ഇൻകം പോലെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പോലെ നോൺ ക്യാഷ് ഐറ്റംസ് നമ്മൾ ഈ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നതേ ഇല്ല. 6th one, it begins with the opening balance of cash in hand and cash at bank. Closes with the year end balance of cash in hand and cash at bank or bank overdraft. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് തുടങ്ങുകയും ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് ക്ലോസിംഗ് ബാലൻസിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, ടേക്ക് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് എൻ്റർ ദം ഓൺ ദ ഡെബിറ്റ് സൈഡ്. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്കും തന്നിട്ടുണ്ടാവും. അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. ഇൻ കേസ് ദർ ഇസ് എ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, എൻ്റർ ദ സെയിം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അത് ഏതെങ്കിലും കാരണവശാൽ ബാങ്ക് ബാലൻസ് ഓവർഡ്രാഫ്റ്റ് ആണ് എങ്കിൽ അതിനെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 2, show the total amount of all receipts on its debit side irrespective of their nature and whether they pertain to past, current and future period. എല്ലാ റെസീറ്റുകളും എല്ലാ ക്യാഷ് റെസീറ്റ്സും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. അവിടെ ക്യാപിറ്റൽ റെസീറ്റ് എന്നോ റവന്യൂ റെസീറ്റ് എന്നോ വേർതിരിക്കേണ്ടതില്ല. അതേപോലെ കഴിഞ്ഞ വർഷം കിട്ടിയതാണെന്നോ ഈ വർഷത്തേതാണെന്നോ അടുത്ത വർഷത്തേതാണെന്നോ എന്നൊന്നും പരിഗണിക്കാതെ എല്ലാ കിട്ടിയ സംഖ്യകളും ടോട്ടൽ ചെയ്ത് ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കുക, റെസീറ്റ് സൈഡിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 3, ഷോ ദ ടോട്ടൽ എമൗണ്ട്സ് ഓഫ് ഓൾ പേയ്മെൻറ്റ്സ് ഓൺ ഇറ്റ്സ് ക്രെഡിറ്റ് സൈഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നാച്ചർ വെദർ ദേ പെർട്ടൈൻ ടു പാസ്റ്റ്, കറണ്ട് ആൻഡ് ഫ്യൂച്ചർ പീരീഡ്. റെസീറ്റ് എഴുതി വെച്ച പോലെ തന്നെ പേയ്മെൻറ്റ്സ് എല്ലാം ടോട്ടൽ ചെയ്ത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കുന്നു. അവിടെയും നമ്മൾ ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണെന്നോ റവന്യൂ പേയ്മെൻ്റ് ആണെന്നോ കഴിഞ്ഞ വർഷത്തെ പേയ്മെൻ്റ് ആണെന്നോ ഈ വർഷത്തെ പേയ്മെൻ്റ് ആണെന്നോ അടുത്ത വർഷത്തെ പേയ്മെൻ്റ് ആണെന്നോ എന്നൊന്നും നോക്കാതെ ഈ വർഷം നടത്തിയിട്ടുള്ള എല്ലാ പേയ്മെൻറ്റ്സും ടോട്ടൽ ചെയ്ത് പേയ്മെൻറ്റ് സൈഡിൽ അഥവാ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതി ചേർക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 4, നൺ ഓഫ് ദ റിസീവബിൾ ഇൻകം ആൻഡ് പേയബിൾ എക്സ്പെൻസ് ഇസ് ടു ബി എൻറ്റേർഡ് ഇൻ ദിസ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ ക്യാഷ് കിട്ടിയതോ കൊടുത്തതോ മാത്രമേ എഴുതി വെക്കുന്നുള്ളൂ. കിട്ടാനുള്ളതോ കൊടുക്കാനുള്ളതോ ആയ എക്സ്പെൻസോ ഇൻകമോ ഒന്നും ഈ ഒരു അക്കൗണ്ടിൽ എഴുതി വെക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. സ്റ്റെപ്പ് നമ്പർ 5, സാധാരണ നാം ചെയ്യാറുള്ളത് പോലെ ബാലൻസ് ചെയ്യുന്നു. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് ആൻഡ് ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് ആൻഡ് എൻ്റർ ദ സെയിം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ആസ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക്. സാധാരണഗതിയിൽ റെസീറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, പേയ്മെൻറ്റ് സൈഡ് കുറവായിരിക്കും. ആ സമയത്ത് രണ്ട് സൈഡിലും ടോട്ടൽ എഴുതിയിട്ട് ഒരു ഡിഫറൻസിങ് ഫിഗർ, ബാലൻസിങ് ഫിഗർ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കിട്ടും. അതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക്. In case, however, the total of the credit side is more than that of the total of the debit side, show the difference on the debit as bank overdraft and close the account.
ചില അവസരങ്ങളിൽ പേയ്മെൻറ്റ് സൈഡ് കൂടുതലും റെസീറ്റ് സൈഡ് കുറവുമായാൽ ആ ബാലൻസ് ഉണ്ടാവുക ഡെബിറ്റ് സൈഡിലായിരിക്കും. അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന രീതിയിൽ ക്ലോസിംഗ് ബാലൻസ് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് ഈ അക്കൗണ്ട് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: ഫ്രം ദ ഫോളോയിങ് particulars relating to silver point, prepare a receipt and payment account for the year ending March 31, 2017. Items: opening cash balance 1000, opening bank balance 7200. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസുകൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ദെൻ subscription collected for 2015-16 rupees 500, 2016-17 7600, 2017-18 rupees 900, total 9000. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ 500, ഈ വർഷത്തെ 7600, അടുത്ത വർഷത്തെ 900, ഇങ്ങനെ 3 വർഷങ്ങളിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ദ ടോട്ടൽ ഈസ് rupees 9000. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്സ് rupees 1000, അതൊരു റെസീറ്റ് ആണ്. എൻട്രൻസ് ഫീസ് റിസീവ്ഡ് rupees 1000. സാധാരണഗതിയിൽ മെമ്പർമാർ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട് ആണ് എൻട്രൻസ് ഫീസ്. ഇറ്റ് ഈസ് എ റെസീറ്റ്. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ വിറ്റപ്പോൾ നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്, റെസീറ്റ് കിട്ടിയിട്ടുണ്ട്, rupees 1200. ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ rupees 4600. പവലിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് നേരത്തെ നമ്മൾ സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഡൊണേഷൻ ഉണ്ട്, ഒന്ന് ജനറൽ ഡൊണേഷൻ, മറ്റൊന്ന് സ്പെസിഫിക് ഡൊണേഷൻ. ഇത് പവലിയൻ മാത്രം നിർമ്മിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഡൊണേഷനാണ്, rupees 4600. ഇറ്റ് ഈസ് എ റെസീറ്റ്. റെൻറ്റ് പെയ്ഡ് rupees 3000, അതൊരു പേയ്മെൻ്റ് ആണ്, നമുക്കറിയാം. റെൻറ്റ് പെയ്ഡ് rupees 3000 പേയ്മെൻ്റ് ആണ്. സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസസ് rupees 4800. സ്പോർട്സ് മെറ്റീരിയൽ നമ്മൾ വാങ്ങിയതാണ്, സോ ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് rupees 4800. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്സ് rupees 600. എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് rupees 2000. സാലറി പെയ്ഡ് rupees 2500. ടൂർണമെൻറ്റ് എക്സ്പെൻസ് rupees 2400. ഫർണിച്ചർ പർച്ചേസ്ഡ് rupees 1500. ഓഫീസ് എക്സ്പെൻസ് rupees 1200. ഇത്രയും എക്സ്പെൻസുകളാണ്. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് rupees 400. അവസാനം ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ് എന്നും കൂടി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. മുകളിൽ ബുക്സ് ഓഫ് സിൽവർ പോയിന്റ് എന്ന് എഴുതുന്നു. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2017. ഫോർമാറ്റ് വരയ്ക്കുന്നു. ഫസ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് റെസീറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ്സ് എമൗണ്ട്. ആദ്യത്തെ സൈഡ് റെസീറ്റ് സൈഡാണ്, രണ്ടാമത്തെ സൈഡാണ് പേയ്മെൻറ്റ് സൈഡ്. ഇത് ഫോർമാറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റിൽ തന്നിട്ടുള്ളത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് rupees 1000, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് rupees 7200 എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഓപ്പണിംഗ് ബാലൻസുകൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണം. നമ്മൾ എഴുതി വെക്കുന്നു. ബാലൻസ് ബ്രോ ഡൗൺ, ക്യാഷ് ഇൻ ഹാൻഡ് rupees 1000, ക്യാഷ് അറ്റ് ബാങ്ക് rupees 7200. Next transaction, subscription collected for 2015-16, 16-17, 18-19. 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഏത് വർഷത്തേതാണ് എന്ന് നമ്മൾ നോക്കാതെ റെസീറ്റ് സൈഡിൽ എഴുതി വെക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളത് രേഖപ്പെടുത്തുന്നു. സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെയും എഴുതി, ടോട്ടൽ 9000 ഔട്ടർ കോളത്തിലേക്ക് എഴുതി. നെക്സ്റ്റ്, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്, എൻട്രൻസ് ഫീസ് റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് 1200. ഡൊണേഷൻ ഫോർ പവലിയൻ rupees 4600. ഇതെല്ലാം നമ്മളതിൽ റെസീറ്റ് സൈഡ് എല്ലാം കിട്ടിയതാണ്, റെസീറ്റ്സ് ആണ്. റെസീറ്റ് സൈഡിൽ നമ്മൾ എഴുതി വെച്ചു. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് rupees 1000, എൻട്രൻസ് ഫീസ് rupees 1000, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ rupees 1200, ഡൊണേഷൻ ഫോർ പവലിയൻ 4600. ദെൻ നെക്സ്റ്റ് ഐറ്റം എല്ലാം പേയ്മെൻറ്റ്സ് ആണ്. റെൻറ്റ് പെയ്ഡ് rupees 3000, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസസ് rupees 4800, പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ് rupees 600, എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് rupees 2000, സാലറി പെയ്ഡ് rupees 2500, ടൂർണമെൻറ്റ് എക്സ്പെൻസസ് rupees 2400. ഇതെല്ലാം എക്സ്പെൻസ് ആണ്, നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് സൈഡിലാണ് എഴുതി വെക്കേണ്ടത്. അതെല്ലാം നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. എല്ലാം നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ രേഖപ്പെടുത്തി. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. 2 സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് റെസീറ്റ് സൈഡ് 25,000 എന്ന് നമുക്ക് കിട്ടും. ക്രെഡിറ്റ് സൈഡ്
18,000 ആണ് നമുക്ക് ടോട്ടൽ കിട്ടുക. അപ്പോൾ നമ്മൾ 25,000 രണ്ട് സൈഡിലും എഴുതി വെക്കുന്നു. അതിൻ്റെ ഡിഫറൻസ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കുന്നു. ബാലൻസ് ക്യാരി ഡൗൺ 7,000 ആണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്ന എമൗണ്ട് ഉണ്ടാവുക. അത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും കൂടെയാണ് 7,000. അതിൽ ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് 400 ആണ് എന്ന് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നു ക്യാഷ് ഇൻ ഹാൻഡ് 400 ആണ് എന്ന്. ടോട്ടൽ ബാലൻസിങ് ഫിഗർ 7,000 ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് 400 ആണ് എങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും 6,600. അപ്പോൾ ലാസ്റ്റ് ബാലൻസ് ക്യാരി ഡൗൺ ക്യാഷ് ഇൻ ഹാൻഡ് ₹400, ക്യാഷ് അറ്റ് ബാങ്ക് ₹6,600 എന്ന് നമുക്ക് കിട്ടും. ഇതോടെ റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.